പിന്നെ കൃഷികന്മാരാണ് ഞങ്ങൾ, കൃഷിക്കാരായിരുന്നു. വല്യപ്പച്ചൻ്റെ എനിക്കറിയാം, അവർ നല്ല കൃഷിക്കാരായിരുന്നു. ഞാനും അവരോട് കൃഷി പ്രായം മുതൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയകാര്യത്തിൽ വല്യപ്പച്ചൻ നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയെ പോലായിരുന്നു. അവരുടെ പിന്തുണച്ച എന്ന് പറഞ്ഞാൽ നോമ്പ് ചെറുപ്പം മുതൽ നോമ്പ് ആചരിക്കുമായിരുന്നു. നോമ്പെല്ലാം ഞങ്ങൾ ഞാനും എൻ്റെ സഹോദരിയും എല്ലാം നോമ്പ് ആചരിക്കുന്നവരാണ്. പിന്നെ പ്രധാനമായിട്ട് കായികാധ്വാനം, ശരീരം ഒന്നാണ് വേല ചെയ്തിട്ടുണ്ട്. അത് ഒരു പ്രധാന കാരണമായിരിക്കും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സാമാന്യ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പതിവാണ്. ഭക്ഷണത്തിൽ തകരാറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പ്രധാനമായിട്ട് പ്രത്യേകം പറയാം. പിന്നെ ദൈവത്തിൻ്റെ കൃപ, ദൈവം ഓരോരുത്തർ മനസ്സ് നിശ്ചയിച്ചിട്ടുണ്ട്, അതുവരെ ജീവിക്കും. പിന്നെ നമുക്കാർക്കും അറിഞ്ഞുകൂടാം. എന്താ ആരറിവും നീത് തരും താ പോകുന്നതും താണു പോകുന്നതും എന്ന് കവി പറയും. അപ്പോൾ ദൈവത്തിനറിയാം എല്ലാം. അതേയുള്ളതിന് പ്രത്യേകിച്ച് പറയാനും വിഷയമൊന്നുമില്ല. ഇപ്പോഴത്തെ പുതിയൊരു തലമുറ ഇപ്പോഴൊരു 10-15 വയസ്സാകുമ്പോഴേ കണ്ണാടി വെക്കുന്ന ഒരു ശീലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റംബാച്ചൻ്റെ ഏറ്റവും ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് 100-ാം വയസ്സായാലും കണ്ണാടി. സ്കൂളിൽ ജോലിക്കായിരുന്നല്ലോ, അത് ഞാൻ കണ്ണാടി ഉണ്ടായിരുന്നു, അത് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, കണ്ണാടിയില്ല, വായിക്കാം. അതുകൊണ്ട് കണ്ണാടി വെച്ചാലും ഒരു അനുഭവമുള്ളൂ. ഈ ചെറിയ അക്ഷരം കണ്ണു വെച്ചാൽ വായിക്കത്തില്ല. വലിയ അക്ഷരം വായിക്കാം, പത്രം വായിക്കാം, പ്രാർത്ഥന പുസ്തകം വായിക്കാൻ പ്രയാസമില്ല, വേദപുസ്തകം വായിക്കാം. കാലം തൊട്ടേ വൈദികനാകണമെന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ആഗ്രഹമൊന്നുമില്ലായിരുന്നു. ഞാൻ ജീവിക്കണം എന്നുള്ളതല്ലാതെ വൈദികനാഗ്രഹം ആഗ്രഹമൊന്നും. പിന്നെ ആഗ്രഹം കാണുമല്ലോ, അല്ലാതെ കിട്ടിയ കഴിയുമെന്നുള്ളത് നിർബന്ധമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി വാങ്ങുകയല്ല. ഒരു വൈദികനാകണമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ മാതാപിതാക്കളുടെ പ്രതികരണം എന്തുവായിരുന്നു? അവർ കുഴപ്പമൊന്നും, സന്തോഷമായിരുന്നു അവർക്ക്, കുഴപ്പമൊന്നുമില്ല. ഞാൻ 24-ാം വയസ്സിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അട്ടച്ചാക്കിൽ റംബാച്ചൻ്റെ കൂടെ തുടങ്ങിയത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു നോമ്പ് കാലങ്ങൾ അട്ടച്ചാക്ക പള്ളിയിൽ താമസിക്കാമെന്ന് പറഞ്ഞു. അത് അവിടെ കുഴപ്പമൊന്നുമില്ല. ഞാനും സാധാരണ രീതിയിൽ ഇറങ്ങിപ്പോന്നു. അവിടെ വന്നു, റംബാച്ചൻ വന്നു, താമസിച്ചോളം പറഞ്ഞു, താമസിച്ചു. അത് കഷ്ടാനും വാഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയില്ല, അങ്ങോട്ട് വീട്ടിൽ പോയില്ല. റംബാച്ചൻ ഞാൻ ഇവിടെ പോകുന്നില്ല, പറഞ്ഞാൽ പോകണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഒരു പ്രയാസം സന്തോഷമുണ്ടായിരുന്നു, വിഷമൊന്നും വിരോധമില്ലായിരുന്നു. 1946 ഒന്നാമത്തെ ഷമാഷ് 1946. അപ്പോൾ 19, 21, 30, 49 ഒരു 27-ാമത് വയസ്സിലാണ് ആദ്യം പട്ടം സ്വീകരിച്ചത്. അടുത്തത് ഷമാഷൻ, അത് 47. അപ്പോൾ അത് 28, ഞാൻ 29. പിന്നെ 48 വൈദികൻ അച്ഛന്, അത് അപ്പം 30-ാം വയസ്സാണ്. മൈലപ്ര ആശ്രമത്തിൽ എന്നാ റംബാച്ചൻ വന്നത് 1942 ഫെബ്രുവരി 2-ാം തീയതി. ശുഭക്കോണ ദിവസമായിരുന്നു, നോയമ്പിൻ്റെ തുടക്ക ദിവസമായിരുന്നു അവിടെ വന്നത്. ഒന്നിനായ മാത്യൂസ് റംബാച്ചനെ കുറിച്ച് റംബാച്ചൻ്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹം നല്ല ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു, ആശ്രിതരുടെ കരുതലുള്ളവനായിരുന്നു. അനേക സ്നേഹിതന്മാർ സുഹൃത്തുക്കളുണ്ട്. അത് ക്രിസ്ത്യാനി മാത്രമല്ല, പല ഹിന്ദുക്കളും മർത്തോമ്മക്കാരും. അദ്ദേഹത്തെ അമേരിക്കയുടെ മർത്തോമ്മക്കാരൻ അമേരിക്ക കൊണ്ടുപോയത് വീട് കാശിക്ക്. പിന്നെ ബ്രാഹ്മണരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയിലെ നേതാക്കന്മാരൊക്കെ അവിടെ വരുമായിരുന്നു. റംബാച്ചൻ ഭക്തനായ മനുഷ്യനായിരുന്നു. പിന്നെ സുവിശേഷ താല്പര്യമുള്ള ആളായിരുന്നു, പ്രാർത്ഥന മനുഷ്യനായിരുന്നു. യാമപ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുമായിരുന്നു. നോമ്പ് എല്ലാം ഒരു തീർച്ചയായിട്ടും ഒരു നല്ല മനുഷ്യൻ. പിന്നെ അതിഥിസൽക്കാരപ്രിയനായിരുന്നു. ഇന്ന് പമ്പാടി ദാനസമയം അത് അവരങ്ങ് 1, 2, 3 പേര് കഴിച്ചാൽ പൗരോഹിത കൂട്ടത്തിൽ കൂടുതൽ ദാനസമയം ഭക്ഷണം കൊടുത്ത അദ്ദേഹം റംബാച്ചന. കൂടുതൽ പേര് അയലോക്ക് വരുന്നാൽ ഭക്ഷണം കഴിച്ച് വിടത്തുള്ളൂ. അത് നല്ല ഭക്ഷണം കൊടുക്കും. അങ്ങനെ അതിഥി പിന്നെ മനുഷ്യരെ കണ്ടാൽ അവരുടെ സ്വഭാവം അറിയാം, അവരുടെ രോഗം അറിയാം. അപ്പോൾ രോഗി എന്നാൽ അദ്ദേഹത്തോട് പറയണ്ട, നിങ്ങൾക്ക് ഇന്ന രോഗമുണ്ട്, അതിന് ഇന്ന ചികിത്സ പറയും. പിന്നെ ഹോമിയോ
രോഗി വൈദ്യനൊന്നുമല്ല, ഇങ്ങനെ ചില ഹോമിയോ ചെയ്യുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു പാൽക്കഷം തരും ഉണ്ടായിരുന്നു. അത് നല്ല ഭ്രാന്ത് പിടിച്ചവർക്ക് ഒരു സൗഖ്യമില്ല. ആ പദമുണ്ട്, ചില ചിട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ നന്നായിട്ട് ജീവിച്ചു. സഭാഭേദമിനെ എല്ലാവരും സ്നേഹിക്കുമായിരുന്നു. മർത്തോമാരും അദ്ദേഹം സ്നേഹിതന്മാരുണ്ട്, കത്തോലിക്കരുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല എല്ലാ തരത്തിലും നന്നായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. 100-ാം വയസ്സിലെത്തി നിൽക്കുമ്പോൾ എത്ര പള്ളിയിൽ വികാരിയായിട്ടിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്? ഞങ്ങളിവിടെ ഭദ്രാസനത്തിലെ 17 പള്ളികളോടും വികാരിയായിരുന്നിട്ടുണ്ട്. 17 പള്ളികളോട്. പിന്നെ വടക്കേ ഇന്ത്യയിൽ, മധ്യപ്രദേശിൽ, ഗൾഫ് നാട്ടിൽ അവിടെ കുറച്ച് നാളെയൊക്കെ ഇരുന്നിട്ടുണ്ട്. ആദ്യം തുടക്കം തിരുവാങ്കോട്ട, പിന്നെ കായംകുളം, ഉണ്ടായിരുന്ന പള്ളികളൊക്കെ എല്ലാവരും സ്നേഹിച്ചു, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. ഞാൻ സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ കരുണയാണ്. ഞാൻ അട്ടച്ചാക്ക സ്കൂൾ തുടങ്ങി ഞാൻ സ്കൂളിൽ എഴുതിയായിരുന്നു. പിന്നെ 9ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. പിന്നെ സാഹിത്യം പാസ്സായി. അതുകൊണ്ട് ഹൈസ്കൂളിൽ ജോലി. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഇന്ന് വലിയ പരാതി ജീവിക്കാൻ ദൈവം കരുതിയത്. അതൊക്കെ ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. ഞാൻ ആഗ്രഹിച്ചതല്ല, ദൈവം വിളിച്ചു തന്നതല്ല, പൗരോഹിത്യം ഞാൻ ആഗ്രഹിച്ചതല്ല. കിട്ടി ദൈവം വിളിച്ചു തന്നത്. റമ്പാച്ചൻ്റെ സഹായം ഉണ്ടായിരുന്നു അതിനൊക്കെ. റമ്പാച്ചനുള്ളത് ഉള്ളവർക്ക് കാലത്തോളം ഇതിനില്ലെങ്കിലും പിന്നെ ഇവിടെ ധാരാളം റമ്പാച്ചന് റമ്പാച്ചൻ 1990 കബറടങ്ങി. ധാരാളം പേര് ഇവിടെ ദിവസവും കബറിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കെല്ലാം സഹായം കിട്ടിയിട്ടുണ്ട്. പലർക്കും വിശ്വാസമുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പെട്ടു. മക്കളില്ലാത്ത ദമ്പതികളും പിന്നെ രോഗികൾ, ജോലി കിട്ടാത്തവർ, ജോലി കൊണ്ട് വിഷമിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവരോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നന്ദിയോടുണ്ടാക്കി ഈ കെട്ടിടമെല്ലാം പലരുടെ സഹായം നന്ദി. അദ്ദേഹം വലിയ പണക്കാരനൊന്നും അല്ലായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കരുണ ഉണ്ടായത്. അവിടെ ആ 2ാമത്തെ നില തൂണ് കെട്ടിയിരിക്കുമായിരുന്നു. ഉടനെ ഡൽഹിയിലെ തിരുമേനി വന്ന് ചോദിച്ചങ്ങോട്ട് അതങ്ങ് തൂണ് കെട്ടി നിൽക്കുക. അപ്പോൾ പറഞ്ഞാൽ പണമില്ലാത്തതുകൊണ്ടാണ്. മേലിൽ പോയിട്ടുള്ളൂ, അതേ നോക്കിക്കൊള്ളും എന്ന് പറയുന്നത്. ഒരാൾ പലരുടെ സഹായം കൊണ്ടാണ് അത് നിവർത്തിച്ചത്. അങ്ങനെ അനേകരുടെ സഹായം, അതുല്യമായ സഹായമാണ് ഈ ലക്ഷങ്ങളുടെ കെട്ടിടങ്ങൾ. അങ്ങനെ ഭദ്രാസനത്തിന് ഒരാൾ ധർമ്മം ചെയ്താൽ അതുപോലെ ധർമ്മം ചെയ്താൽ ദുരികളും ദുഃഖിതരും ഒക്കെ വരുന്നവർക്ക് അവരാരും വേണമെങ്കിൽ വെറുതെ വിട്ടിട്ടില്ല. പല പ്രാവശ്യം വന്നാലും സന്തോഷത്തോടെ കൊടുക്കും. ദാനധർമ്മത്തിൽ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അത് തുടർച്ചയായി നടക്കുന്നുണ്ടോ? എന്തോ ഇപ്പോഴും അത് ചെയ്തുകൊണ്ട് പോകുന്നു. വരുന്നവർ ഞാൻ ദശാംശം മാറ്റി വയ്ക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇവിടെ സഹായം അനുസരിച്ച് കാൻസറുകാർ വന്നാൽ ഒരു 500 രൂപ കൊടുക്കും. പിന്നെ മറ്റു രോഗികൾ വന്നാൽ അവർ സമയം അനുസരിച്ച് 100, 150, 500. ഇപ്പം 10 രൂപ ആരും കൊടുക്കത്തില്ല. 10 രൂപ മറ്റേ ഒരു 10 പൈസ കൊടുത്താൽ വലിയ കാര്യമായിരുന്നു. 10 രൂപയ്ക്കൊന്നും ആരും കൊടുത്തിട്ടില്ല. ഒരാളെ വല്ലപ്പോഴും വരും, അവൻ 10 രൂപയ്ക്കും കൊടുക്കും. അങ്ങനെ അവരുടെ ആവശ്യം അനുസരിച്ച് ചിലപ്പോൾ 1000. ഈയിടെ ഞാൻ എൻ്റെ ഒരു സഹോദരി ഡയാലിസിസ്, അവർക്ക് 7000 രൂപ കൊടുക്കും. അങ്ങനെ പലർക്കും അവരുടെ സഹായം അനുസരിച്ച് ചെയ്യുന്നുണ്ട്. എന്താ അതാരും സ്വയം ദൈവത്തെയാണ് ജീവിക്കണം. ദൈവമാണ് എല്ലാവരുടെയും സൃഷ്ടാവ്. എല്ലാ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ് ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നത്, പകർന്നു വിശ്വസിക്കുന്നത്. ഹിന്ദുവും മുസ്ലിം എല്ലാം ദൈവത്തിൻ്റെ ആ ദൈവം. ഇന്ന് ക്രിസ്ത്യാൻ വിശ്വസിക്കുന്ന ദൈവമാണ് സാക്ഷാൽ ദൈവം വിശ്വസിക്കുന്നത്. മറ്റേതെല്ലാം ദാവി സംഗീതം ജാഗവിന് പൊന്നും വെള്ളിയുമാണ്. കായുണ്ടെങ്കിൽ സംസാരിക്കില്ല, കൈകൊണ്ട് സ്പരിശിക്കുന്നില്ല, നടക്കുന്നില്ല, കാരണം നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മിഥ്യാപ്രവൃത്തികളായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിഗ്രഹാരാധന നിഷിദ്ധമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവർക്കത് വിശ്വാസമായിരിക്കും. ഒരിക്കലും സന്യാസി അട്ടച്ചാക്കി വന്നു വരുന്ന ആളാണ്. അയാൾ പറഞ്ഞു, ഞങ്ങൾ ആടിനെ വിശ്വസിക്കുന്നു, ആടിൽ ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആടിനെ അല്ല വിളിക്കുക, ആടിൽ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. കല്ല് ബിംബത്തെ ആരാധിക്കുക, അവരുടെ വിശ്വാസം ബിംബത്തെ ആരാധിക്കുന്നത്. ആ കല്ലിൽ ദൈവമുണ്ട്, ദൈവശക്തിയോടെ വിശ്വസിക്കാം. കല്ലിനെയല്ല ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മൾ കുരിശിനെ വന്ദിക്കുന്നത് പറയുന്നു, കുരിശിനെയല്ല വന്ദിക്കുന്നത്, കുരിശിലുള്ള ദൈവത്തെയാണ്. നമ്മുടെ യേശുക്രിസ്തു കുരിശിൽ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും വിശ്വാസം രക്ഷിക്കട്ടെ, പ്രാർത്ഥിക്കാൻ. ഹിന്ദുക്കളെ നരകത്തിൽ, ഗാന്ധിയെ നരകത്തിലാക്കട്ടെ ആർക്കും പറയാക്കത്തില്ല. ഒരിക്കലും സ്റ്റാൻലി ജോൺസ് അവിടെ പ്രസംഗിച്ചു, മാരാമണ്ണ.
പിന്നെ ഗാന്ധി ഇല്ലാത്തൊരു സ്വർഗത്തെ എനിക്ക് ഭാവിക്കാൻ പോലും കഴിയത്തില്ല. വയസ്സന്മാരെല്ലാം പിണങ്ങി. ഇനി ഞാൻ കേട്ടതാണ്. പക്ഷേ അത് ഗാന്ധിയുടെ സത്യസന്ധനാണ്. സാധുക്കൾ ഹരിജനങ്ങൾ അതുപോലെ അയാൾക്ക് ദൈവസ്വർഗത്തെ കൂടെ നമുക്ക് രക്ഷിക്കാവുന്നതില്ല. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ വിശ്വാസം ചെയ്യാൻ എന്തെങ്കിലും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടാക്കി നമുക്ക് അറിഞ്ഞുകൂടാ. സഭകൾ തമ്മിൽ അന്യോന്യം വിരുദ്ധത കൂടാതെ സ്നേഹത്തോടെ ജീവിക്കണം. അവർക്കുള്ള വിശ്വാസം കാത്തു ജീവിക്കണം. മാർപ്പാപ്പ ആ വിശ്വാസക്കാരനാണ്. സമൂഹത്തോട് പിതാവിന് എന്താണ് പറയാനുള്ളത്? സമൂഹം സ്നേഹത്തോടെ പരസ്പര സ്നേഹത്തോടെ ജീവിക്കണം. സാധുക്കളെ സഹായിക്കണം. വീടില്ലാത്തവർ അനേകരുണ്ട്. അവർക്ക് വീട് ഇപ്പം ഞാൻ പലരും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലുള്ള ഒരു മനുഷ്യൻ 88 വീട് വെച്ച് കൊടുക്കുക. അയാൾക്ക് പണമല്ല, പലരും നിങ്ങൾ എന്നോട് വാങ്ങിച്ച് വീട് കൊടുക്കുക. അങ്ങനെ സമൂഹത്തിന് പട്ടിണിക്കാർക്കും അനേകരുണ്ട്. പട്ടിണിക്കാരെയൊക്കെ വിളിച്ചു ചോറ് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഉത്സാഹമില്ലായിട്ട് എല്ലാവരും ജീവിക്കണം. ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകരുത്. ഇതെല്ലാവരും ചെയ്യാൻ സാധിക്കും. ഒരു ശാസ്ത്രം പറയുന്നത് ദൈവം ലോകത്തിൽ ഉള്ള മനുഷ്യർക്കെല്ലാം ജീവിക്കാൻ വസ്തു ഉണ്ടാക്കി കൊടുത്തു, എല്ലാം ഉണ്ടാക്കി കൊടുത്തു. സാധനമുണ്ട്, ഭക്ഷണവും ധനവും എല്ലാവർക്കും ജീവിക്കാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില കയറി കഴിച്ചുകൊണ്ടിരിക്കുക ഈശ്വരന്മാരുണ്ട്. 24 കോടി രൂപകളുണ്ട്. അവർ ചെയ്യുന്നുണ്ട്, സ്വത്ത് മുഴുവൻ സാധുക്കൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സാധുക്കളെ സഹായിച്ചും മറ്റുള്ളവർ സ്നേഹമായിട്ട് പെരുമാറിയും സമൂഹത്തിന് നന്മ വരാൻ പ്രാർത്ഥിച്ചും ജീവിക്കുക. ഭയം, ഈശ്വരഭക്തി, ദൈവഭക്തിയാണ് ഏറ്റവും ഭയം. പിന്നെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ പ്രതിനിധി ആരുമില്ല എങ്കിലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. സഹോദരങ്ങളെ സ്നേഹിക്കണം. സഹോദരനെ സ്നേഹിക്കുന്നവർ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ സ്നേഹിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാൻ സ്നേഹത്തോടെ യോഗ്യതയോടുകൂടി മറ്റുള്ള ആവശ്യങ്ങൾ തിരഞ്ഞ് ഉള്ളവരെ ഇല്ലാത്തവരെ കൊടുത്ത് അങ്ങനെ ജീവിച്ചാൽ എന്ത് സമാധാനവും സംതൃപ്തിയും ഉണ്ടാകും. പിന്നെ മദ്യപാനവും മയക്കുമരുന്നും അങ്ങനെ ഒരു സമൂഹമുണ്ട്. ചെറുപ്പക്കാരൊക്കെ കഞ്ചാവൊക്കെ പള്ളിക്കൂടി പിള്ളേരെ പോലും നശിപ്പിക്കുന്നുള്ളൂ. അതൊക്കെ നിർത്തിവെക്കണം. അതൊരു വലിയ ശത്രുതയാണ്, ദോഷമാണ്. അങ്ങനെ ചെയ്യാൻ സ്നേഹത്തോടെ മറ്റുള്ളവരെയും കരുതി ജീവിക്കാൻ ആവശ്യമായില്ല. സഭാപിതാക്കളും അവരുടെ തെറ്റ് മനസ്സിലാക്കി ജീവിക്കാൻ പരിശ്രമിക്കണം. ഞാൻ പലർക്കും ഉണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ ജീവിക്കണം. സഭയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം. ഒരു പുരോഗതനായില്ലായിരുന്നുവെങ്കിൽ അങ്ങ് ഏത് രീതിയിലേക്ക് മാറാനായിരുന്നു ചാൻസ്? അത് പറയാനൊക്കത്തില്ല. ഞാൻ അട്ടച്ചാക്ക് താമസിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, മരണക്കാരനാണ്, മാത്തുക്കുട്ടി. അദ്ദേഹത്തിൻ്റെ സഹോദരനോട് താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വല്ലപ്പോഴും അവിടെ വരുമായിരുന്നു. ഞാൻ ഒരിക്കൽ മാത്തുക്കുട്ടിയോട് പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് വീട്ടിറങ്ങി എവിടെയും പോയി സാധുനരെ പോലെ ലോകം ചെയ്ത് സഞ്ചരിക്കാൻ എനിക്കും ഇഷ്ടമാണ് പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബദനി പോയി ഒരു കഷ്ടാൻ വാഴ്ച തീരുമാനിച്ച. കഷ്ടാൻ വാഴ്ച ബദനി താമസിച്ചിട്ട് ധൈര്യമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണം. വനത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഞങ്ങൾ പോയി അവിടെ കഷ്ടാൻ വാഴ്ച. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ കഷ്ടാൻ വാഴ്ച എനിക്ക് ധൈര്യമായി ഞാൻ തിരിച്ചു പോരും, ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അവിടുത്തെ കഷ്ടാൻ വാഴ്ച ദിവസത്തിനുവേനുണ്ട്. ധ്യാനമെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന കഷ്ടാൻ തിരുവേനൽ കാപ്പ് കുടിച്ചു. അവിടെ ചെന്ന് ഞങ്ങൾ തിരിച്ചു കറങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു പോവുകയാണ്. എൻ്റെ വല്യപ്പച്ചനുണ്ട്, വല്യപ്പച്ചൻ എന്നെ സ്നേഹിച്ചാളാണ്. അതുകൊണ്ട് അതാ എന്നെ പിന്നിൻ്റെ പ്രധാന കാരണം. അത് 40 കിലോമീറ്റർ അത് തോന്നുന്നു, 40 39 രൂപ. അപ്പം മാത്തുക്കുടി കയറിപ്പോയി പാറപ്പുറത്ത് പ്രാർത്ഥിച്ചു. 4 മണി കഴിഞ്ഞ ഉടനെ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് ആട് തീറ്റ കൊടുക്കാനായിട്ട് മലിക്കരുത്. ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചാണ് ഞാൻ ഇറങ്ങി തിരിച്ചാൽ വനത്തിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ താമസിച്ച് പിരിഞ്ഞു പോകും. എൻ്റെ പരിപാടിയത് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരണം. ഞാൻ വീട്ടിൽ പറഞ്ഞേക്കാം, ഭക്ഷണം കഴിച്ചിട്ട് പോകണം. അവിടെ കിടക്കണ സൗകര്യമുണ്ട്. അതനുസരിച്ച് അന്ന് അദ്ദേഹത്തിനോട് പോയി അന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ തിരിച്ച് പിറ്റേ ദിവസം ആയപ്പോൾ തന്നെയാണ് പിന്നെ മാറി അദ്ദേഹം തിരിച്ചു പോന്നു. പിന്നെ വീട്ടിൽ പോയി പ്രവർത്തിക്കാരായി കാര്യം ചെയ്ത് ജീവിച്ചു. അങ്ങനെ അപ്പോൾ എനിക്കങ്ങനെ ഇന്നത് പുരോഹിതനാകണമെന്നില്ല. പുരോഹിതനായാലും എങ്ങനെ ജീവിക്കാം, ദൈവത്തെ ജീവിക്കുക,
അവർ പുരോഹിതനാകണമെന്ന് നിർബന്ധമില്ല. പിന്നെ ദൈവം വിളിച്ചു തന്നാൽ ഉപേക്ഷിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ എനിക്ക് അധ്യാപകന്മാർ വൃത്തിവിടാനും ആട്ടച്ചാ സ്കൂളില്ലാതിരുന്നു. ഞാൻ ഇതിനു മുമ്പ് 7ാം ക്ലാസ് പാസ്സായപ്പോൾ പ്രൈമറി സ്കൂളിൽ ഒരു കൊല്ലം ജോലി നോക്കി, 7ാം ക്ലാസ്. പിന്നെ 9ാം ക്ലാസ് പാസ്സായപ്പോൾ മിഡിൽ സ്കൂളിൽ ഒരു കൊല്ലം ജോലി നോക്കി. പിന്നെ വീട്ടിൽ താമസിച്ചിട്ട് 44 ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത്. വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആഗ്രഹത്തിലേ പോകുന്നുള്ളൂ, അല്ലാതെ പാട്ടക്കാരനാണെന്ന് വിചാരിച്ച് പോകുന്നില്ല. പിന്നെ കാര്യമായി പാട്ടക്കാരൻ 46 വലിയ പറഞ്ഞു പട്ടം ബാബ തന്നു. എനിക്ക് 1ാമത്തെ പട്ടം എബേനേസ് മാങ്ങാനം എബേനേസ് ആശ്രമം വലിയ ബാബായ ഗിരിജൻ. പിന്നെ 47 കത്തരി ഏലിയാക്കത്തിൽ വെച്ച ഔയൻ മെത്രാച്ചൻ, പിന്നെ ബാബായി. പിന്നെ 48 ഉമയാരുകര പള്ളി വെച്ച് വലിയ ബാബായി കശിയാക്കി. 87 പിന്നെ വട്ടക്കുന്ന് തിരുമേനി, അത് മറ്റ് തിരുമേനിയൊക്കെ ഉണ്ടായിരുന്നു, നിർമ്മാണങ്ങളുകൊണ്ട് തിരുമേനി പലരുണ്ടായിരുന്നു. അത് അങ്ങനെ ഞാനും തോമസ് അച്ഛനും കൂടെ, ഞാൻ എപ്രയും എന്ന പേര്, ബാബ എന്ന പേരാ അപ്രയും. അപ്പോൾ ഇങ്ങനെ ദൈവം തരുന്ന കാണിച്ച വഴിയെ പോവുക എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രത്യേക പ്ലാനൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങളെ ബലഹീനയാണെങ്കിലും ഇന്നത്തെ മധുവായ തമിക്കുന്നവർക്കൊക്കെ അത് ഉപദേശിക്കും, എത്തിയാണ് കൈകൊള്ളും. പക്ഷേ അത് പിന്നെ ആ ചിന്തയില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കും എൻ്റെ പാപത്തെ ചെയ്ത പാപത്തിന് ഓടിയ എങ്കിൽ മധുവായ പൊള്ളിയില്ലെന്ന് ഞാൻ പലപ്പോഴും ഭയപ്പെടും. അതുപോലെ പാപം ചെയ്ത അത് കുർബാന അഗ്നിയ അത് കൊണ്ടിട്ട് പൊള്ളിയില്ലെന്ന് പലപ്പോഴും ഭയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവവിശ്വാസം കൊണ്ട് ജീവിച്ചു. ഇപ്പം ഏതെങ്കിലും പള്ളിയുടെ ചുമതലയോ കാര്യങ്ങളോ ഒന്നുമില്ല, ആശ്രമം ചുമതലയേ ഉള്ളൂ. അപ്പോൾ ഞാൻ 85 പെൻഷനായി. പിന്നെ 72 സ്കൂളിൽ പെൻഷനായി. പിന്നെ 85 തോന്നുന്നു പള്ളി ഇപ്പോൾ 10 വരെ 85 90 ഞാൻ പള്ളിയിലുണ്ടായിരുന്നു. മോദിയൊക്കെ ഇവിടെ ആഘോഷിച്ചു. 25 ആയിരുന്നു അതിൻ്റെ ബാബാധ്യക്ഷനായിരുന്നു. ഇപ്പോൾ എൻ്റെ ചാർജൊന്നുമില്ല. പിന്നെ കർമ്മങ്ങൾ നടത്താൻ പോകും, കല്യാണമോ ഇങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ പോകും, അല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അമ്മച്ചിയും അവർ 76 ജൂൺ 28 ജൂലൈ 28 അപ്പച്ച മരിച്ചു. അമ്മച്ചി സെപ്റ്റംബറിൽ 8 മരിച്ചു. പിന്നെ ഞങ്ങൾ 10 സഹോദരങ്ങളാണ്, ഞാൻ 5ാമനാണ്. സഹോദരങ്ങളെല്ലാം മരിച്ചു. ഒരുത്തൻ മാത്രമുണ്ട്, എൻ്റെ ഇളയ സഹോദരൻ മാത്തുക്കുട്ടി, തിരുവനന്തപുരം താമസിക്കുന്നു. മറ്റവരെല്ലാം ദൈവത്തെ ആശ്രയിച്ചും അവരെല്ലാം അവർക്ക് ദൈവം ഒരിക്കലും സാഹചര്യം പ്രസംഗി സന്തോഷത്തെ വിശ്വസിക്കുന്നു. എൻ്റെ അന്യൊരു അച്ഛനായിരുന്നു, അദ്ദേഹം മരിച്ചു. അപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളു.